അപ്പോൾ എന്ന് ഈവനിങ് സ്നാക്സിന് എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരം ആയതുകൊണ്ട് ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ശർക്കര പാനിയാക്കിയതിലേക്ക് അരക്കപ്പ് തേങ്ങയും അരക്കപ്പ് അവലും ഒരു ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം വാങ്ങിച്ച ശർക്കര ഒട്ടും ശരിയായില്ല കേട്ടോ, ഒട്ടും കളറില്ല, വെളുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ അരിപ്പൊടിയിലേക്ക് ഇത്തിരി ജീരകവും ഉപ്പും ചേർത്ത് വെച്ച ആ ഒരു മാവ് ഒന്ന് കുറേച്ചെടുത്ത് ബൗൾസാക്കി എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയുടെ ആ ഒരു മിക്സോട് ചേർത്ത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തു കേട്ടോ. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ സ്വന്തം കുഴക്കട്ട തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. അപ്പോൾ കുറേ ബോൾസ് റെഡിയാക്കി ഇങ്ങനെ ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചു. ഇനി ഇതൊരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു സമയത്ത് ശർക്കരയും തേങ്ങയും തിരക്കി ആൾ വന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വന്ന് വാരിക്കൊണ്ട് പോയി. അപ്പോൾ വന്നപ്പോഴത്തേനും അത് തീർന്നു പോയി. അങ്ങനെ 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത് നല്ല അടിപൊളി കൊഴുക്കട്ട. ഒരുപാട് നാളായി കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ട്. നല്ല അടിപൊളി തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് നല്ല തേനൂറുന്ന കൊഴുക്കട്ടയും ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഇതായിരുന്നു.